ഹലോ, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ? നിങ്ങളുടെ DME സ്റ്റാഫ് നഴ്സ് PSC എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ എവിടെ വരെയായി? എല്ലാം നല്ല സ്മൂത്ത് ട്രാക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണോ? ബോറൊന്നും അടിക്കുന്നില്ലല്ലോ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ PSCയുടെ സിലബസിനെ കുറിച്ച് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. മേജർ സബ്ജക്ട് ഏതൊക്കെയാണ്, മൈനർ സബ്ജക്ട് ഏതൊക്കെയാണെന്നൊക്കെ നോക്കി അല്ലേ? അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്, അത് നമ്മളുടെ പ്രിപ്പറേഷൻ എങ്ങനെയൊക്കെ വേണം, ഏതൊക്കെ പ്ലാൻസിലൂടെ നമ്മൾ മുന്നോട്ട് പോയാലാണ് പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റുക, ഇങ്ങനത്തെ ഒരു നല്ല ഐഡിയ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തു, അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് പഠിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, നല്ല ട്രാക്കിൽ തന്നെ വരണം, മടിയൊന്നും പിടിച്ചിരിക്കരുത്. നമ്മുടെ നീഡാണ് നമ്മുടെ തോട്ടിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്, നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ആക്ഷനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. നല്ല ചിന്തകൾ ഉണ്ടാക്കിയെടുക്കുക, പരീക്ഷ പഠിച്ച് പാസ്സാകും എന്ന് നല്ലൊരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരിക്കണം. അത് നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളെ കൊണ്ടേ പറ്റത്തുള്ളൂ നിങ്ങളുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഈ ഒരു എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സഹായിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒക്യുപേഷണൽ ഹെൽത്ത് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നന്നായിട്ട് പഠിക്കണം കേട്ടോ, വളരെ നന്നായിട്ട് പഠിക്കണം. ഇത് കുറച്ച് വലിയ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടായിട്ട് പഠിക്കാം. ഓക്കെ, ഇന്ന് നമ്മൾക്ക് ഈ ഒരു ടോപ്പിക്കിന്റെ തിയറി നോട്ടുകളും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് പഠിക്കാം. അതിനകത്ത് തന്നെ എങ്ങനെയാ ക്വസ്റ്റ്യൻ വരുന്നതെന്നും ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള തിയറി പാർട്ട് പഠിക്കേണ്ടതെന്ന് ഞാൻ നന്നായിട്ട് പറയണുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ചെയ്യാം. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നിങ്ങളുടെ സമയമൊക്കെ വളരെ പ്രഷ്യസ് ആണ്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നുള്ള ഇടയ്ക്ക് സമയത്താണ് വന്ന് വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയാം. നന്നായിട്ട് പഠിക്കുക കേട്ടോ, നന്നായിട്ട് പഠിക്കുക. സക്സസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവട്ടെ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ഹലോ. ആദ്യമേ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിരിക്കണം, നമുക്കൊരു നീഡ് ഉണ്ടായിരിക്കണം. നമ്മൾ എപ്പോഴും പല ആൾക്കാർ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എക്സാം ഒരു നീഡായിട്ട് ഏറ്റവും പ്രൈമോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് കരുതുന്നവർ ആ എക്സാം സക്സീഡ് ചെയ്തിരിക്കും. അതിനകത്ത് ഒരു ഡൗട്ടും വേണ്ട. അല്ലാതെ അതിനൊരു സെക്കൻഡറി ആയിട്ട് കണ്ട് വേറെ കുറെ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്നും പരീക്ഷകൾ എഴുതി 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 മടുത്തു പോവുകയും ചെയ്യും. സോ ഡോണ്ട് സ്റ്റോപ്പ് when you are tired, stop when you are done. ഒരിക്കലും നമ്മൾ ടയേർഡ് ആകാൻ പാടില്ല. ജീവിതത്തിൽ വിജയിക്കണം എന്ന ആഗ്രഹമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? യു ഷുഡ് ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് മൂവ് ഫോർവേഡ് പോയിരിക്കണം. അല്ലാതെ ടയേർഡായി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് വിജയം ഉണ്ടാവാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം, നല്ല രീതിയിൽ പരീക്ഷയായിട്ട് കാണണം. ആ ഒരു സ്പിരിറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരു പരീക്ഷയാണ്, അതിനെ ഏത് രീതിയിലൊക്കെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു ഷാർപ്പ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിന് ഉണ്ടാവേണ്ട ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി നിങ്ങൾക്ക് എന്തായാലും രൂപപ്പെട്ട് കഴിഞ്ഞു, അല്ലെങ്കിൽ അതിൽ മോഡിഫിക്കേഷൻ ചെയ്യുന്നതിന്റെ സ്റ്റെപ്പിലാണ് നിങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ പ്ലീസ് ഡോണ്ട് സ്റ്റോപ്പ്. ഓക്കെ, സ്റ്റഡി ചെയ്യുന്നതിൽ ഒരു തരത്തിലുള്ള ഷോർട്ട് കട്ടുകളും എടുക്കല്ല, സ്ട്രെയിറ്റ് റൂട്ടിൽ മുന്നോട്ട് പോവുക. കുറച്ച് മൈൽസ് മുന്നോട്ട് നടക്കാനുണ്ടെങ്കിലും കുഴപ്പമില്ല, അവസാനം നിങ്ങൾ അതിന്റെ സക്സസിൽ എത്തിയിരിക്കും. ഓക്കെ, സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പുതിയ ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു, ഒക്യുപേഷണൽ ഹെൽത്ത്. ഓക്കെ, ഒക്യുപേഷണൽ ഹെൽത്ത് എന്നുള്ള ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാമോ അതൊക്കെ പറഞ്ഞാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ തയ്യാറാക്കിയ നോട്ടാണിത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരിക്കലും ഇതിനകത്തൊന്നും ഒരു ഷോർട്ട് കട്ടും ചെയ്യേണ്ട, എല്ലാ പോയിന്റുകളും അതുപോലെ പഠിച്ചു പോവുക. ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് ഞാൻ പറഞ്ഞ നോട്ട് നിങ്ങൾ എഴുതിയെടുക്കുമ്പോൾ അതിന് മുകളിൽ ഒരു സ്റ്റാർ ചിഹ്നം എന്തെങ്കിലും ഇട്ട് വെച്ച് അത് സ്പെസിഫിക് ആയിട്ട് പഠിച്ച് മുന്നോട്ട് പോവാ കേട്ടോ. ഒരു വട്ടം പഠിച്ചെന്ന് വിചാരിച്ച് നമ്മൾ ഒരു കാര്യവും പെട്ടെന്ന് ഓർത്തിരിക്കില്ല. എല്ലാവർക്കും മറവി ഉണ്ടാകാം, പക്ഷെ റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യം നമ്മൾ ലൈഫ് ലോങ് ഓർത്തിരിക്കും. ഓക്കെ, സോ നമ്മൾ ക്ലാസ്സിലേക്ക് പോവുകയാണ്. എന്താണ് ഒക്യുപേഷണൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ? ഇതിന് ഡെഫിനിഷൻ ഒന്നും നമ്മൾ അങ്ങനെ എക്സാം ക്വസ്റ്റ്യൻ ഒന്നും ചോദിച്ചു കാണാറില്ല. എന്തായിരിക്കും ഒക്യുപേഷണൽ ഹെൽത്ത്? നമുക്ക് ഹെൽത്തിന്റെ ഡെഫിനിഷൻ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? എന്താണ് ഹെൽത്ത്? ഒക്യുപേഷണൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒക്യുപേഷണൽ ഹെൽത്തിന് ഒരു നല്ല ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഈ ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ ഇത് എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് നമുക്ക് പോകാം. ഇതിന് ILO. എന്താണ് ILO? ILO ഒക്കെ ഫുൾ ഫോം അത് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ILO എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ഓക്കെ, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും നമ്മളുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, നമ്മളുടെ WHO 1950s
ഒക്യുപേഷണൽ ഹെൽത്തിന് നല്ലൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഡെഫിനിഷൻ എന്താണ്? Occupational health is defined as the promotion and maintenance of the highest degree of physical, mental and social well-being of the workers in all occupation. സിമ്പിൾ അല്ലേ? എന്താണ് ഇത്? ഒക്യുപേഷണൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് ഒക്യുപേഷൻ ആയിക്കോട്ടെ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഹയസ്റ്റ് ഡിഗ്രി ഓഫ് ഫിസിക്കൽ വെൽബീയിങ് ഉണ്ടായിരിക്കണം, മെന്റലി അവർ നല്ല വെൽബീയിങ് ഉണ്ടായിരിക്കണം, സോഷ്യൽ വെൽബീയിങ്ങും അവർക്ക് ഉണ്ടായിരിക്കണം. ആ ഒരു വെൽബീയിങ് മെയിൻറ്റെയിൻ ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ഒക്യുപേഷണൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്താണ് ഒക്യുപേഷണൽ ഹെൽത്ത്. ഈ ഒരു സ്ലൈഡിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണ്? ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ILO. ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ILO എവിടെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നു? മറന്നു പോവരുത്. എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? ജനീവ, സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, ജനീവ, സ്വിറ്റ്സർലാൻഡ്. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സ്ലൈഡുകൾ കഴിയുമ്പോൾ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ നോട്ട് ഇങ്ങനെ വായിച്ചു നോക്കാതെ എന്ത് ചെയ്യണം? നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ഒന്ന് നോക്കുക കേട്ടോ. ഇറ്റ്സ് എ ബ്രെയിൻ ടെക്നിക്. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളെ ഒന്നും കാണാതെ എടുക്കുന്ന ഒരു ക്ലാസ് ആണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ ഒക്കെ ക്ലാസ്സിൽ വേണമെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ. അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ രീതിയിലൊക്കെ മോഡിഫൈ ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ ശ്രമിക്കാം. സോ ILO WHO ഒരു ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. സെക്കൻഡ് ഇമ്പോർട്ടന്റ് പോയിന്റ് നമ്മൾ പഠിച്ചത് ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ഫുൾ ഫോം മറന്നു പോവല്ല. എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലാൻഡ്. ഓക്കെ, അടുത്തത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ഇത് നിങ്ങൾ ഒരിക്കലും മറക്കല്ല്. ഒക്യുപേഷണൽ ഹെൽത്ത് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എർഗണോമിക്സ്. എന്താണ് ഈ എർഗോണോമിക്സ് എന്ന് പറയുന്നത്? എർഗണോമിക്സ് എന്ന് പറഞ്ഞാൽ വി ആർ ഫിറ്റിംഗ് ദ ജോബ് ടു ദ വർക്കേഴ്സ്. ഓക്കെ, നമ്മളിപ്പം കാണാറുണ്ട് അല്ലെ പലതരത്തിലുള്ള ഓക്യുപേഷൻസ്. ചില ഓക്യുപേഷൻസിലൊക്കെ വർക്കേഴ്സ് ഒക്കെ വളരെ ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്നു അല്ലെ, അവർക്ക് അവരുടെ കപ്പാസിറ്റിയെക്കാട്ടി കൂടുതൽ ആ വർക്കിന് വേണ്ടി അവരെന്ത് ചെയ്യേണ്ടി വരുന്നു? മോഡിഫൈ ചെയ്യേണ്ടതായിട്ട് വരികയാണ്. എന്നാൽ എർഗണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എർഗണോമിക്സ് എന്ന് പറയുന്ന സയൻസ് ആണ്. എർഗണോമിക്സ് ഒരു സയൻസ് ആണ്. ഈ എർഗണോമിക്സ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ജോബിനെയും ഒരു വർക്കറിന് വേണ്ടി മോഡിഫൈ ചെയ്യാം. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ വർക്കേഴ്സിനെ മോഡിഫൈ ചെയ്യാനല്ല നിൽക്കേണ്ടത്. എന്താണ് ചെയ്യേണ്ടത്? വി ഷുഡ് ഡിസൈൻ എ ജോബ് ടു ഫിറ്റ് ഇൻ ടു എ സ്പെസിഫിക് വർക്കർ. ഒരു വർക്കറിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ജോബേ അയാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അതിന് എക്സ്ട്രാ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒക്യുപേഷണൽ ഹെൽത്തിൽ നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻസ് ഒന്നും ഫുൾഫിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എർഗണോമിക്സ് ആ ഒരു സെന്റൻസ് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കണം. ഇറ്റ് ഈസ് എ സയൻസ് ഓഫ് ഡിസൈനിങ് ദ ജോബ് ടു ഫിറ്റ് ടു ദ വർക്കേഴ്സ്. ഡിസൈനിങ് ദ ജോബ് ടു ദ വർക്കർ ആണ് കേട്ടോ. ഒരിക്കലും മറന്നു പോവല്ലേ എർഗണോമിക്സ്. അത് പല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഏതൊക്കെ രീതിയിൽ ഇത് ചോദിക്കാം. പക്ഷെ കൺസെപ്റ്റ് ഒക്കെ സെയിം ആയിരിക്കും. സോ നമ്മൾ രണ്ട് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പഠിച്ചു. ILOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? വെരി ഗുഡ്, ജനീവ, സ്വിറ്റ്സർലാൻഡ്. വാട്ട് ഈസ് എർഗണോമിക്സ്? എന്താണ് എർഗണോമിക്സ് എന്ന് പറയുന്നത്? ഫിറ്റിംഗ് ദ ജോബ് ടു ദ വർക്കർ. ഫിറ്റിംഗ് ദ ജോബ് ടു ദ വർക്കർ ഈസ് എർഗണോമിക്സ്. രണ്ട് പോയിന്റ് ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്തത് നമ്മൾ ഒക്യുപേഷണൽ ഹസാർഡ്സ് ആൻഡ് ഡിസീസസിലേക്ക് പോവാണ്. ഇതൊരു ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ, നമുക്ക് എപ്പോഴും റിപ്പീറ്റ് കാണുന്നതാണ് ബഗാസോസിസ്, ബൈസിനോസിസ്, ദെൻ സ്നോസ്റ്റോം അപ്പിയറൻസ്. എക്സ്റേ ഫൈൻഡിങ്സിൽ കാണുന്ന ഏത് ഒക്യുപേഷണൽ ഹസാർഡ് ആണ്? അങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. സോ അതിനകത്ത് പോയിന്റ്സ് നമുക്ക് മിസ് ഔട്ട് ചെയ്യണ്ട, നമുക്കങ്ങ് പഠിച്ചേക്കാം. ഓക്കെ, സോ ഒക്യുപേഷണൽ ഹസാർഡ്സിനെ നമുക്ക് മെയിൻലി 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? ഫിസിക്കൽ ഹസാർഡ്സ്, കെമിക്കൽ ഹസാർഡ്സ്, ബയോളജിക്കൽ ഹസാർഡ്സ്, മെക്കാനിക്കൽ ഹസാർഡ്സ് ആൻഡ് സൈക്കോളജിക്കൽ ഹസാർഡ്സ്. ഓക്കെ, ഏതൊക്കെയാണ്? ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ, മെക്കാനിക്കൽ, സൈക്കോളജിക്കൽ. ഓക്കെ, ഇതിൽ ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ടത് 2 ഇമ്പോർട്ടന്റ് ഹസാർഡ്സ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ഒന്ന് ഫിസിക്കൽ ഹസാർഡും സെക്കൻഡ് കെമിക്കൽ ഹസാർഡും. ഓക്കെ, ഫിസിക്കൽ ഏജൻസ് ഹസാർഡ്സ് ഉണ്ടാക്കുന്ന ഏതൊക്കെ ഫിസിക്കൽ ഏജന്റുകൾ ഉണ്ട്, ഏതൊക്കെ കെമിക്കൽ ഏജൻസ് കൊണ്ടിട്ടാണ് കെമിക്കൽ ഹസാർഡുകൾ എംപ്ലോയീസിന് ഉണ്ടാകുന്നത്, ഇതൊക്കെ നമുക്കൊന്ന് പഠിക്കണം കേട്ടോ. അത് നിങ്ങൾ പഠിക്കുമ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഒരു ചാർട്ടായിട്ട് എഴുതി പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇൻ കേസ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എന്തെങ്കിലും നമുക്ക് ഏറ്റവും പാടെന്താണ് ഈ ഇയേഴ്സ് ഒക്കെ ഓർത്ത് വെക്കാനാണ്. ഇയറുകൾ അല്ലെങ്കിൽ കുറച്ച് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ്, ഡിസീസ് കോസറ്റീവ് ഏജന്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ നമുക്ക് വളരെ ഒരു ബുദ്ധിമുട്ട് വരും. ബുദ്ധിമുട്ടല്ല, മറന്നുപോകും അല്ലെ. ബുദ്ധിമുട്ടല്ല, ഇതിന് മറവി എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു
A4 ഷീറ്റ് പേപ്പറോ ഏതെങ്കിലും ഒരു പേപ്പറോ എടുത്തിട്ട് അതിനകത്ത് നല്ല കളർഫുൾ ആയിട്ട് ഒരു സ്കെച്ച് പെന്നും കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾക്ക് സമയം കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിവേ ഞാൻ എങ്ങനെ ചെയ്യാം ഓർത്തെടുക്കാം ശ്രമിക്കാം എന്നുള്ള കാര്യമാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് നിങ്ങൾ എഴുതുക, മടിയൊന്നും വിചാരിക്കേണ്ട, നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്യുന്ന രീതിയിൽ എഴുതി നിങ്ങളുടെ റൂമിൽ നിങ്ങൾ എപ്പോഴും പോകുന്ന സ്ഥലത്ത് നിങ്ങൾ ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ജസ്റ്റ് ഒരു സെക്കൻഡ് അതിലേക്ക് ഒന്ന് നോക്കിയിട്ടൊന്ന് പോവാം. ഓക്കെ, ഓൾറെഡി പഠിക്കുക, എന്നിട്ട് ഇതൊരു ചാർട്ടായിട്ട് ഭിത്തിയിൽ എവിടെയെങ്കിലും ഒക്കെ ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ ഇത് ഒരു വട്ടമൊക്കെ ഇതൊന്ന് നോക്കി നോക്കി ഒന്ന് പഠിച്ചൊന്ന് പോയി നിങ്ങൾ ഒരു വർഷം കൊണ്ട്, ഒരു ഇയർ അല്ല, നിങ്ങൾക്ക് 1000 ഇയർ തന്നാലും നിങ്ങൾ ഷുവർ ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റും കേട്ടോ. അതാ ഞാൻ പറയുന്നത്, പഠിക്കുന്നതിൽ ഷോർട്ട് കട്ട്സ് ഒന്നും ഇല്ല. വേറെ എന്ത് കാര്യത്തിൽ നമുക്ക് ഷോർട്ട് കട്ട് കയറി പോകാൻ പറ്റും, പക്ഷെ പഠിക്കുന്നതിൽ ഷോർട്ട് കട്ട് എടുത്ത് പോയി കഴിഞ്ഞാൽ ആൻസർ ചെയ്യുമ്പോഴും ഒന്നും കാണത്തില്ല തലയിൽ കേട്ടോ. അപ്പൊ പഠിക്കുന്ന രീതി ക്ലിയർ ആയിട്ട് ആ ബേസ് ഉണ്ടാക്കി പഠിച്ചു പോവാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളിങ്ങനെ കുറെ സാധനങ്ങൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് റൂം മുഴുവൻ ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ല കേട്ടോ. അത് പഠിക്കാനാണെന്ന് മനസ്സിലാക്കി അത് പഠിച്ച് മുന്നോട്ട് പോകണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഒക്യുപേഷണൽ ഹസാർഡ്സ് ആൻഡ് ഒക്യുപേഷണൽ ഡിസീസസിനകത്ത് ഇനി ഓരോന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് അബൌട്ട് ഫിസിക്കൽ ഹസാർഡ്സ്. ഓക്കെ, ഫിസിക്കൽ ഹസാർഡിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു ചാർട്ടായിട്ട് നിങ്ങൾക്ക് ഈസി ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ കൊടുത്തേക്കുന്നത്. ഒരു സൈഡിൽ കൊടുത്തേക്കുന്ന ഏതൊക്കെ ഏജന്റുകളാണ്, ഫിസിക്കൽ ഏജന്റുകൾ ഏതൊക്കെയാണ്, ഈ ഏജന്റുകൾ കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ എംപ്ലോയീസ് ഈ ഒരു ഏജന്റിനോട് എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ, എക്സസീവ് ആയിട്ട് എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഏതൊക്കെ ഡിസീസ് കണ്ടീഷൻസ് ഉണ്ടാകാം എന്നാണ് അടുത്തതിനകത്ത് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇതൊരിക്കലും മറന്നുപോകില്ല കേട്ടോ, മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഫസ്റ്റ് നമ്മളുടെ ഏജന്റ് ആണ് ഹീറ്റ്. ഓക്കെ, നമുക്കറിയാം നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹീറ്റ് ലെവൽ ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ കൂടുതലായിട്ട് നമ്മൾ എക്സ്പോസ് ചെയ്താലും നമുക്ക് ഇഷ്യൂസ് ഉണ്ടാകും, ബേൺസ് ഒക്കെ ഉണ്ടാകാം, കുറഞ്ഞാലും ഇഷ്യൂസ് ഉണ്ടാകാം. അപ്പൊ നിങ്ങൾ ഹീറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചു വെക്കണം. ഹീറ്റ് എക്സസീവ് എക്സ്പോഷർ മേ കോസ് ഹൈപ്പർപൈറക്സിയ, ദെൻ ഹീറ്റ് സിങ്കോപ്പ്, ഹീറ്റ് ക്രാംസ് ആൻഡ് ബേൺസ്. ഹൈപ്പർപൈറക്സിയ, ഹീറ്റ് സിങ്കോപ്പ്, ഹീറ്റ് ക്രാംസ് ആൻഡ് ബേൺസ്. ഓർത്തിരിക്കാൻ എളുപ്പമാണ് അല്ലെ. ഹീറ്റിനകത്ത് ഫസ്റ്റ് ഒരു എച്ച് എന്നൊരു ലെറ്റർ ഉണ്ട്, ബാക്കി മൂന്നിനകത്തും എച്ച് ലെറ്റർ ഉണ്ട്. ബേൺസ് നിങ്ങൾ എന്തായാലും ഓർത്ത് നോക്കും. ഹൈപ്പർപൈറക്സിയ, ഹീറ്റ് സിങ്കോപ്പ്, ഹീറ്റ് ക്രാംസ്, ബേൺസ്. ഓക്കെ, നെക്സ്റ്റ് കോൾഡ്. എക്സസീവ് ആയിട്ട് കോൾഡ് ടെമ്പറേച്ചറിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ഡിസീസ് ഉണ്ടാക്കാം? ട്രെഞ്ച് ഫുഡ്, ഫ്രോസ്റ്റ് ബൈറ്റ് ആൻഡ് ചിൽ ബ്ലെയിൻസ്. ട്രെഞ്ച് ഫുഡ്, ഫ്രോസ്റ്റ് ബൈറ്റ് ആൻഡ് ചിൽ ബ്ലെയിൻസ് കോൾഡ് എക്സ്പോഷർ ആണ്. ഇനി എക്സസീവ് ലൈറ്റ്. നമുക്ക് ലൈറ്റ് ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ എക്സസീവ് ആയിട്ട് നമുക്ക് ലൈറ്റ് എക്സ്പോഷർ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഐ സ്ട്രെയിൻ ഉണ്ടാകാം, നിസ്റ്റാഗ്മസ് ഉണ്ടാകാം, അതുപോലെ കാറ്ററാക്ട് ഉണ്ടാകാം. ഓക്കെ, ആദ്യം ഓർക്കുക, നമുക്ക് സ്ട്രെയിൻ ഉണ്ടാകും, നമുക്ക് കാറ്ററാക്ട് ഉണ്ടാകാം, നമുക്ക് നിസ്റ്റാഗ്മസ് ഉണ്ടാകാം. നിങ്ങൾ അത് മറന്നു പോവല്ലേ, എക്സാം ക്വസ്റ്റ്യൻ ആണ്. മൈനസ് നിസ്റ്റാഗ്മസ് ഇസ് ഡ്യൂ ടു ലൈറ്റ് എക്സ്പോഷർ. അതുപോലെ ഒക്യുപേഷണൽ കാറ്ററാക്ട് ഉണ്ടാകാം, ഐ സ്ട്രെയിനും ഉണ്ടാകാം. അടുത്തത് നോയിസ്. നോയിസ് എന്ന് പറഞ്ഞാല് അൺവാണ്ടഡ് സൗണ്ട് അല്ലെ. എക്സസീവ് ആയിട്ട് സൗണ്ട് നമ്മൾ എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാകാം? ടെമ്പററി ആൻഡ് പെർമനന്റ് ഹിയറിംഗ് ലോസ് ഉണ്ടാകാം, അതായത് ഒക്യുപേഷണൽ ഡെഫ്നെസ് ഉണ്ടാകാം. ഇതിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്, നമ്മൾക്ക് മാക്സിമം ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന സൗണ്ട് ഇന്റൻസിറ്റി ലെവൽ എത്രയാണ്? 85 ഡെസിബിൾസ്. ഡെസിബൽ ആണ് കേട്ടോ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. 85 ഡെസിബിൾസ് ആണ് നമുക്ക് മാക്സിമം ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സൗണ്ടിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ സൗണ്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് സ്ട്രെയിൻ ഉണ്ടാകും, പെർമനന്റ് ആൻഡ് ടെമ്പററി ഹിയറിംഗ് ലോസ് ഉണ്ടാകാം. അപ്പൊ 85 ഡെസിബിൾസ് മറന്നു പോകാതെ ഓർത്തു വെക്കണം. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോണം. ദെൻ വൈബ്രേഷൻ. നമുക്ക് 10 to 500 ഹെഡ്സ് വൈബ്രേഷൻ ഫിംഗേഴ്സിൽ ഉണ്ടായാൽ, ഇൻ ബിറ്റ്വീൻ ഉണ്ടായാൽ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് വൈറ്റ് ഫിംഗേഴ്സ് ഉണ്ടാകാം. ബ്ലഡ് സപ്ലൈ ഒക്കെ പ്രോബ്ലം വന്ന് വൈറ്റ് ഫിംഗേഴ്സ് ഉണ്ടാവാം. ഇനി അൾട്രാവയലറ്റ് റേഡിയേഷൻ. നമുക്കറിയാം അൾട്രാവയലറ്റ് റേഡിയേഷൻ നമ്മൾ എക്സസീവ് ആയിട്ട് എക്സ്പോസ് ചെയ്യുന്നത് നല്ലതല്ല അല്ലെ. അപ്പം ഈ അൾട്രാവയലറ്റ് റേഡിയേഷൻ ഈ വെൽഡിംഗ് വർക്കേഴ്സിനൊക്കെയാണ് കൂടുതലായിട്ട് അവർ എക്സ്പോസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ എക്സസീവ് ആയിട്ട് എക്സ്പോഷർ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ടാകാം, അതുപോലെ കെരറ്റൈറ്റിസ് ഉണ്ടാകാം. കൺജങ്ക്റ്റിവൈറ്റിസും കെരറ്റൈറ്റിസും നമ്മൾ അതിന് വെൽഡേഴ്സ് ഫ്ലാഷ് എന്ന് പറയും കേട്ടോ. വെൽഡേഴ്സ് ഫ്ലാഷ് മറന്നു പോകില്ല. വെൽഡേഴ്സ് ഫ്ലാഷ് ഇസ് ഡ്യൂ ടു എക്സസീവ് എക്സ്പോഷർ ടു അൾട്രാവയലറ്റ് റേഡിയേഷൻ. ഓക്കെ, പിന്നെ അയണൈസിങ് റേഡിയേഷൻ. അയണൈസിങ് റേഡിയേഷൻസിന് മെയിൻ ഇഷ്യൂസ് എന്താണ്? ക്യാൻസറുകളാണ്. ഓക്കെ, ക്യാൻസർ ഉണ്ടാകാം, ലുക്കീമിയ ഉണ്ടാകാം, അപ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാകാം, പാൻസൈറ്റോപീനിയ ഉണ്ടാകാം. ഓക്കെ, സോ മെയിൻ ആയിട്ടുള്ള ഫിസിക്കൽ ഹസാർഡ്സ് ഏതൊക്കെയാണ്? ഹീറ്റ്, കോൾഡ്, ലൈറ്റ്, നോയിസ്,
vibration, ultraviolet radiation, and ionizing radiation. Okay, so where is the headquarters of ILO? Very good. It's Geneva, Switzerland. നിങ്ങൾ പറയുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഗുഡ് ഒക്കെ പറയുന്നത്. പറയണം കേട്ടോ. Okay, Geneva, Switzerland. Then minus disturbance is due to excessive exposure to light. Good. What is ergonomics? Fitting the job to the worker is ergonomics. Okay, and maximum sound intensity level എത്രയാണ് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നത്? 85 decibels. 85 decibels. Then welder's flash is due to excessive exposure to ultraviolet radiation. Clear അല്ലേ? വളരെ സിമ്പിൾ ആണ്. നിങ്ങളത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും എടുക്കേണ്ട, വളരെ സിമ്പിൾ ടോപ്പിക് ആണ്. ഒന്ന് മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മുന്നോട്ട് പോയാൽ മതി, മാർക്കൊന്നും പോകത്തില്ല. അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, കെമിക്കൽ ഹസാർഡ്സ്. ഓക്കെ, കെമിക്കൽ ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എന്താ സംഭവിക്കുക? കെമിക്കൽ ഏജന്റുകളുമായിട്ട് എക്സ്പോഷർ സംഭവിക്കുക, എക്സസീവ് എക്സ്പോഷർ സംഭവിക്കുക. ഗ്യാസസ് അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾ മെയിൻ ആയിട്ട്. നമുക്ക് പല ടൈപ്പ് ഗ്യാസസ് യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് നമുക്ക് അറിയാം അല്ലെ. അത് കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, HCN, CS2, NH2, N2, SO2, ഇങ്ങനത്തെ പല ടൈപ്പ് ഓഫ് ഗ്യാസസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ ഗ്യാസസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഇവരുമായിട്ട് എക്സസീവ് ആയിട്ട് എക്സ്പോഷർ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് പോയിസണിങ് ഉണ്ടാകും. ഓക്കെ, അതുപോലെ തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസ്, നമുക്ക് ഡസ്റ്റ് അലർജിയുള്ള ഒത്തിരി ആൾക്കാരുണ്ട് അല്ലെ. അപ്പൊ ഡസ്റ്റ് പാർട്ടിക്കിൾസ് നമ്മളുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ന്യൂമോകോണിയോസിസ് ഉണ്ടാക്കാം. ഏതാണ് ടേം? ന്യൂമോകോണിയോസിസ്. മറന്നു പോവല്ലേ? ഡസ്റ്റ് പാർട്ടിക്കിൾ ഒക്യുപേഷണൽ ഹസാർഡ് ന്യൂമോകോണിയോസിസ്. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്, നിങ്ങൾ മറന്നു പോവല്ല. ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിന് സൈസ് ഉണ്ട്. ഓക്കെ, ചെറുതാണോ വലുതാണോ എന്നൊക്കെ വെച്ചിട്ട് ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിന്റെ സൈസ് നമ്മൾ ഇലസ്ട്രേറ്റ് ചെയ്യുന്ന യൂണിറ്റ് ആണ് മൈക്രോൺ. എന്താണ്? മൈക്രോൺ. അപ്പൊ ഈ ഡസ്റ്റ് പാർട്ടിക്കിൾ 0.5 to 3 മൈക്രോൺ സൈസ് ഉള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഈസിലി റെസ്പിറേറ്ററി ട്രാക്റ്റിൽ പോയി ന്യൂമോകോണിയോസിസ് ഉണ്ടാക്കാം. അപ്പൊ കളർഫുൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് മറക്കല്ല്, 0.5 to 3 മൈക്രോൺസ് ഡസ്റ്റ് പാർട്ടിക്കിൾ സൈസ്. ഓക്കെ, സൗണ്ട് ഇന്റൻസിറ്റി ലെവൽ എത്രയായിരുന്നു? 85 decibels. ഓക്കെ, ഇനി ഡസ്റ്റ് പാർട്ടിക്കിളിന്റെ സൈസ് എത്രയാ വരുക? 0.5 to 3 മൈക്രോൺസ്. ബിക്കോസ് ഏത് കണ്ടീഷൻ? ന്യൂമോകോണിയോസിസ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ നമുക്ക് മെയിൻലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? ഇനോർഗാനിക് ഡസ്റ്റ് ആൻഡ് ഓർഗാനിക് ഡസ്റ്റ്. ഓക്കെ, ഇതിന്റെ ക്ലാസിഫിക്കേഷൻ ഒന്നും നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് ഓരോ എന്താണ് സ്പെഷ്യൽ ടോപ്പിക്സും അതിന്റെ ഡിസീസ് കണ്ടീഷൻസും അതിനകത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യനുമാണ് പഠിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നു സിലിക്ക. സിലിക്ക എക്സസീവ് എക്സ്പോഷർ ഉണ്ടാകുന്ന ഡിസീസ് കണ്ടീഷൻ ഓർക്കാൻ വളരെ എളുപ്പമാണ്, സിലിക്കോസിസ്. ഓക്കെ, അങ്ങനെ എല്ലാവരും ക്വസ്റ്റ്യൻ ചോദിക്കുമോ? സിലിക്കോസിസ് ഇസ് കോസ്ഡ് ബൈ എന്നൊരു ക്വസ്റ്റ്യൻ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ സെലക്ട് ചെയ്യാം, സിലിക്ക അല്ലേ. ഇതിനകത്ത് നിങ്ങൾക്ക് വരാൻ പറ്റുന്ന രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് നമ്മൾ അറിഞ്ഞു വെച്ച് പഠിക്കേണ്ടത്. ഫസ്റ്റ് എന്താണ്? സിലിക്കോസിസ് ഉള്ള ഒരാളുടെ എക്സ്റേ എക്സാമിനേഷൻ നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ, ജസ്റ്റ് എക്സ്റേ നോക്കുവാണെങ്കിൽ അതിലൊരു ടിപ്പിക്കൽ ഒരു പാറ്റേൺ അറേഞ്ച്മെന്റ് കാണാം. സ്നോ സ്റ്റോം അപ്പിയറൻസ്. എന്താണ്? സ്നോ സ്റ്റോം അപ്പിയറൻസ്. ഒരിക്കലും മറക്കല്ല്, സ്നോ സ്റ്റോം അപ്പിയറൻസ് പാറ്റേൺ എക്സ്റേ ഫൈൻഡിങ്ങിൽ കാണുന്നത് സിലിക്കോസിസിലാണ്. ഓക്കെ, അത് ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ? SMS സിലിക്കോസിസ്, സ്നോ സ്റ്റോം അപ്പിയറൻസ്. അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണ്? സിലിക്കോസിസ് മോസ്റ്റ് കോമൺലി അഫക്ട് ചെയ്യുന്നത് ഏത് ലോബിനെയാണ്? ലങ്സിന് പല ലോബുകളുണ്ട്. അതായത് എക്സാം ക്വസ്റ്റ്യൻ ആയിരുന്നല്ലേ DHSന്. എല്ലാവരും ആൻസർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു അല്ലേ? ഓക്കെ, അപ്പൊ അത് ലങ്സിന്റെ അപ്പർ ലോബിനെയാണ് മോസ്റ്റ് കോമൺലി സിലിക്കോസിസ് അഫക്ട് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്ത് മെയിൻലി 3 പോയിന്റുകളാണ്. ഡസ്റ്റ് പാർട്ടിക്കിളിന്റെ സൈസ് 0.5 to 3 മൈക്രോൺസ്, സിലിക്കോസിസ് ഇസ് കോസ്ഡ് ബൈ സിലിക്ക, ആൻഡ് സ്നോസ്റ്റോം അപ്പിയറൻസ് എക്സ്റേ എക്സാമിനേഷനിൽ കാണുന്നത് സിലിക്കോസിസിലാണ്. ആൻഡ് ഇറ്റ് മോസ്റ്റ് കോമൺലി അഫക്ട് അപ്പർ ലോബ് ഓഫ് ദ ലങ്സ്. ലങ്സിന്റെ അപ്പർ ലോബിനെയാണ് മോസ്റ്റ് കോമൺലി സിലിക്കോസിസ് അഫക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്ലംബിസം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഇരിക്കട്ടെ, ഒന്ന് ഓർത്ത് നോക്കി. പ്ലംബിസം കേട്ടിട്ടുണ്ടോ? പ്ലംബിസം. സിഡറോസിസ് കേട്ടിട്ടുണ്ടോ? സിഡറോസിസ്. എന്താ സിഡറോസിസ്? എക്സാം ക്വസ്റ്റ്യൻ ആണ് സിഡറോസിസ്. ആന്ത്രാക്കോസിസ്, അത് വളരെ എളുപ്പമല്ലേ? ആന്ത്രാക്കോസിസ്. ഓക്കെ, ഫാർമേഴ്സ് ലങ്, ബഗാസോസിസ്, ബൈസിനോസിസ്,
കുറെയൊക്കെ ഓർത്തെടുക്കുന്നുണ്ട്, ബാക്കി നമുക്ക് മിസ്സാക്കാണ്ട് പഠിക്കാം. കോൾ ഡസ്റ്റ്. കോൾ ഡസ്റ്റ് എക്സസീവ് ആയിട്ട് അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആന്ത്രാകോസിസ് ഉണ്ടാവും. കോൾ ഡസ്റ്റ്, ആന്ത്രാകോസിസ് ഓർത്തു വെച്ചേ. സിലിക്ക, സിലിക്കോസിസ്, സ്നോസ്റ്റോം അപ്പിയറൻസ്, അപ്പർ ലോബ് ഓഫ് ദ ലങ്. കോൾ ഡസ്റ്റ്, കോ, ആന്ത്രാകോ ഓർത്തു വെക്കുക കേട്ടോ. ഞാനിങ്ങനെയൊക്കെയാണ് പഠിച്ചു വെക്കുന്നത്, അതുകൊണ്ടാണ് പറയുന്നത്. ഉപകാരപ്പെടുമെങ്കിൽ യൂസ് ചെയ്യുക നിങ്ങൾ. കോൾ ഡസ്റ്റ്, ആന്ത്രാകോസിസ്. ആന്ത്രാകോസിസ് is also known as black lung disease. മറക്കല്ല, ഒരിക്കലും മറക്കല്ല, വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാം ക്വസ്റ്റ്യൻ ആണ്. ബ്ലാക്ക് ലങ് ഡിസീസ് എന്ന് പറയുന്നത് ആന്ത്രാകോസിനെയാണ്. സോ കോൾ ഡസ്റ്റ്, ആന്ത്രാകോസിസ്, ബ്ലാക്ക് ലങ് ഡിസീസ്. ഇനി അയൺ എക്സസീവ് ആയിട്ട് അക്യുമുലേഷൻ സംഭവിച്ചാൽ ഉണ്ടാവുന്നതാണ് സിഡറോസിസ് അല്ലെങ്കിൽ ഹീമോസിഡറോസിസ്. ഏതാണ് സിഡറോസിസ് എന്ന് പറഞ്ഞാൽ അയൺ, ആന്ത്രാകോസിസ് എന്ന് പറഞ്ഞാൽ കോൾ ഡസ്റ്റ്. ബ്ലാക്ക് ലങ് ഡിസീസ് ഈസ് ആന്ത്രാകോസിസ്, സ്നോസ്റ്റോം അപ്പിയറൻസ് കാണുന്നത് സിലിക്കോസിസ്. സിമ്പിൾ അല്ലേ? ആസ്ബറ്റോസിസ്. ആസ്ബറ്റോസിസ് എന്ന് പറഞ്ഞാൽ ആസ്ബറ്റോസ് എക്സസീവ് ആയിട്ട് എക്സ്പോഷർ സംഭവിക്കുന്നതാണ്. ഇതിൽ നമുക്ക് സ്പ്യൂട്ടം എക്സാമിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആസ്ബറ്റോസ് സ്പെഷ്യലൈസ്ഡ് ബോഡീസിനെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ എക്സ്റേ ഫൈൻഡിങ്സ് ആസ്ബറ്റോസിസ് ചെയ്ത് നോക്കിയാൽ നമ്മൾക്ക് കിട്ടുന്നത് ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ്. സ്നോസ്റ്റോം അപ്പിയറൻസ് എവിടെ കാണും? സിലിക്കോസിസിൽ. ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ് കാണുന്ന കണ്ടീഷൻ ഏതാണ്? ആസ്ബറ്റോസിസ്. കിട്ടുന്നുണ്ടോ? എക്സാം പോയിന്റുകളൊക്കെ നോട്ട് ഔട്ട് ചെയ്യണം. ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ് കാണുന്നത് ആസ്ബറ്റോസിസ്. പിന്നെ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് പ്ലംബിസം. പ്ലംബിസം ഈസ് ലെഡ് പോയിസണിങ്. ഓക്കെ, പ്ലംബിസം എന്ന് പറഞ്ഞാൽ ലെഡിന് എക്സസീവ് ആയിട്ട് എക്സ്പോഷർ സംഭവിക്കുന്നതാണ്. മറന്നു പോവല്ലോ കേട്ടോ. യൂഷ്വലി ലെഡ് നമ്മൾക്ക് ബോഡിയിലേക്ക് ഹാനികരമാകുന്ന രീതിയിൽ കയറുന്നത് ഇൻഹലേഷൻ റൂട്ടിലാണ്. അതൊരിക്കലും മറക്കല്ല, അതൊരു എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇൻഹലേഷൻ റൂട്ട്, ലെഡ് പോയിസണിങ് മോസ്റ്റ് കോമൺ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനോർഗാനിക് ഡസ്റ്റ് ഏതൊക്കെയാണെന്ന് ഓർത്ത് വെച്ച്. സിലിക്കോസിസ്, നമുക്കത് ആ ഒരു രീതി പഠിക്കാം കേട്ടോ. ഏജന്റ്, ഡിസീസ് കണ്ടീഷൻ, എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് പഠിക്കണോ ആ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു വട്ടം ഞാൻ പറഞ്ഞുതരാം, പിന്നെ നിങ്ങൾ അതുപോലെ പഠിച്ചോണം. സിലിക്ക, സിലിക്കോസിസ്, സ്നോസ്റ്റോം അപ്പിയറൻസ്, അപ്പർ ലോബ് ഓഫ് ദ ലിവർ. കോൾ ഡസ്റ്റ്, ആന്ത്രാകോസിസ്, ബ്ലാക്ക് ലങ് ഡിസീസ്. അയൺ, സിഡറോസിസ്. ആസ്ബറ്റോസ്, ആസ്ബറ്റോസിസ്, ഗ്രൗണ്ട് ഗ്ലാസ് അപ്പിയറൻസ്. ലെഡ്, പ്ലംബിസം. കിട്ടിയ? സിമ്പിൾ ആയിട്ട് തോന്നുന്നില്ലേ പഠിക്കാൻ വേണ്ടി? ഇതൊക്കെ നമ്മൾക്ക് ഇതൊക്കെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്കൊക്കെ നമുക്ക് കിട്ടും അല്ലെ? അപ്പൊ ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ എത്രമാത്രം നിങ്ങൾ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ മുകളിലേക്ക് കയറി വരുമെന്ന് ചിന്തിച്ചു നോക്കണം. ഇതിൽ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെയോ പഠിച്ചു എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മളെ പോലെ പഠിക്കുന്ന ആയിരക്കണക്കിന് സ്റ്റുഡൻസ് ഉണ്ട്. അവരെയൊക്കെ കോമ്പീറ്റ് ചെയ്ത് മുന്നോട്ട് പോയാലേ നമുക്ക് ആ റാങ്ക് കിട്ടുള്ളൂ എന്ന് വിശ്വസിക്കണം കേട്ടോ. അല്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെച്ചിട്ട് അയ്യോ ഞാൻ പഠിച്ചു എന്നിട്ട് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞതിൽ കാര്യമില്ല, ഒരു അർത്ഥവും ഇല്ല. പഠിക്കുന്ന ഇഷ്ടം പോലെ കുട്ടികളുണ്ട്, അവർ നന്നായിട്ട് പഠിക്കുക, അവരെ കോമ്പീറ്റ് ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടി ഇരുന്ന് പഠിക്കണം. അവർക്ക് ഓൾറെഡി പഠിച്ചു തുടങ്ങി, നിങ്ങളും പഠിച്ചു തുടങ്ങണം. ഓക്കെ, അപ്പം ഇനോർഗാനിക് ഡസ്റ്റ് ക്ലിയർ ആയി. അടുത്തത് ഓർഗാനിക് ഡസ്റ്റ് അല്ലെങ്കിൽ വെജിറ്റബിൾ ഡസ്റ്റ്. ഏതാണ് ഓർഗാനിക് ഡസ്റ്റ് അത് വരുന്നത്? ടുബാക്കോ മെക്കോസ്, ടുബാക്കോസിസ്. വളരെ സിമ്പിൾ അല്ലെ? ടുബാക്കോസിന് കാരണം ടുബാക്കോ. അടുത്ത രണ്ട് കാര്യം ഓർത്ത് വെക്കാൻ നമുക്ക് എപ്പോഴും തെറ്റിപ്പോകുന്നതാണ് ബൈസിനോസിസും ബഗാസോസിസും. ശരിയല്ലേ? ബഗാസോസിസ്, ബൈസിനോസിസ് ഒരു വട്ടം നമ്മൾ ചിന്തിക്കും. ഇതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഓർത്ത് വെക്കുന്നത് എങ്ങനെയാണ് കേട്ടോ. ബഗ ഷുഗ. എന്താണ്? ബഗ ഷുഗ ഓർത്ത് വെക്കാൻ പറ്റില്ലേ? ബഗാസോസിസ്, ഷുഗർ കെയിൻ ഡസ്റ്റ്, ബഗ ഷുഗ. അപ്പൊ ബൈസിനോസിസ് കണ്ടാല് കോട്ടൺ ഡസ്റ്റ് ആണെന്ന് ഓർത്തോണം കേട്ടോ. ബൈസിനോസിസ് കോട്ടൺ ഡസ്റ്റ്, ഷുഗർ കെയിൻ ഡസ്റ്റ് ആണ് ബഗാസോസിസ്. ഇനി മറന്നു പോവരുത് കേട്ടോ. സോ കോട്ടൺ ഡസ്റ്റ് മേക്കോസ് ബൈസിനോസിസ്. ബൈസിനോസിസിന് പറയുന്ന മറ്റൊരു പേരാണ് മൺഡേ മോർണിംഗ് ഫീവർ അല്ലെങ്കിൽ ബ്രൗൺ ലങ് ഡിസീസ്. ബ്ലാക്ക് ലങ് ഡിസീസ് ഏതാണ്? ബ്ലാക്ക് ലങ് ഡിസീസ് എന്ന് ചോദിച്ചാൽ ആന്ത്രാകോസിസ്. ബ്രൗൺ ലങ് ഡിസീസ് എന്ന് ചോദിച്ചാൽ മൺഡേ മോർണിംഗ് ഫീവർ അല്ലെങ്കിൽ ബൈസിനോസിസ്. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റുകളാണ്, മറന്നു പോവല്ലോ കേട്ടോ. പിന്നെ ബൈസിനോസിസ് ഏറ്റവും കൂടുതൽ കാണുന്ന കണ്ടീഷൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്. അത് നിങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ കോട്ടൺ ഡസ്റ്റ് അല്ലേ ബൈസിനോസിസ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ കോട്ടൺ പ്രൊഡക്റ്റ് ഏറ്റവും കൂടുതൽ കാണുന്ന, കോട്ടൺ ഡ്രസ്സുകളൊക്കെ കാണുന്ന ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇറ്റ് ഈസ് മോസ്റ്റ് കോമൺ ഇൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആൻഡ് ഇറ്റ് ക്യാൻ ബി പ്രിവെന്റഡ് ബൈ സ്പ്രേയിങ് 2% പ്രൊപ്പിയോണിക് ആസിഡ്. 2% പ്രൊപ്പിയോണിക് ആസിഡ് സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് ഈ ബൈസിനോസിസ്, കോട്ടൺ ഡസ്റ്റ് പാർട്ടിക്കിൾ, ഈ ഡിസീസ് ഉണ്ടാക്കുന്നത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സോ നമ്മളുടെ ഓർഗാനിക് അല്ലെങ്കിൽ വെജിറ്റബിൾ ഡസ്റ്റ്, ടുബാക്കോ, ടുബാക്കോസിസ് അതങ്ങോട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ ഓർത്ത് വെക്കും.
അടുത്തത് കോട്ടൺ ഡസ്റ്റിനെ കുറിച്ച് ഓർത്ത് വെക്കുക. കോട്ടൺ ഡസ്റ്റ് മേ കോസ് ബൈസിനോസിസ്. ബൈസിനോസിസ് is also known as Monday morning fever അല്ലെങ്കിൽ brown lung disease, and it is most common in textile industry and can be prevented by spraying 2% propionic acid. ഓക്കെ അല്ലേ? ബ്രൗൺ ലങ് ഡിസീസ് ഏതാണ് ഉണ്ടാക്കുന്നത്? കോട്ടൺ ഡസ്റ്റ്. ഓക്കെ, ഇനി ബ്ലാക്ക് ലങ് ഡിസീസ് ഏതാ ഉണ്ടാക്കുന്നത്? ആന്ത്രക്കോസിസ്. ആന്ത്രക്കോസിസ് ആണ് ബ്ലാക്ക് ലങ് ഡിസീസ്. ദെൻ സ്നോസ്റ്റോം അപ്പിയറൻസ് എവിടെയാ കാണുന്നത്? സിലിക്കോസിസ് ആണോ? ഓർക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? എർഗണോമിക്സ് എന്താ? ഫിറ്റിംഗ് ദ ജോബ് ടു ദ വർക്കർ. ഇങ്ങനെ ഇത് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇത് എന്റെ ക്ലാസ്സുകൾ കണ്ടിട്ട് പ്രയോജനം പെടുത്തുള്ളൂ കേട്ടോ. അത് എന്തെങ്കിലുമൊക്കെ വായിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഓർത്തിരിക്കില്ലല്ലോ. നമുക്കൊരു എന്താ പറയുക ഇന്ററാക്റ്റീവ് സെക്ഷൻ, നമുക്കൊരു വെറൈറ്റി ആയിട്ട് പഠിച്ചാലേ നമ്മൾ ഒരു കാര്യം ഓർത്തിരിക്കുള്ളൂ. അല്ല നമ്മളത് മറന്നുപോകും. അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റൻ ഒക്കെ ചോദിക്കുന്നത് കേട്ടോ. അപ്പം ഈ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിക്കുന്ന രീതിയിൽ വന്ന് അത് അറ്റൻഡ് ചെയ്യാം. അല്ല തമാശക്ക് വന്നിട്ട് പോയി കഴിഞ്ഞാൽ എക്സാമേ തമാശയായി പോകും. ഓക്കെ, അത് ഞാൻ പറഞ്ഞത് ബഗാസോസിസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ബഗാസോസിസ് എന്താണ്? ഷുഗർ കെയിൻ ഡസ്റ്റ് ആണ്. ഇനി ബഗാസോസിന് കോസറ്റീവ് ഏജന്റ് ഇപ്പൊ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലേക്ക് കാണുന്നതാണ് തെർമോ ആക്ടിനോമൈസിസ് സക്കാരി. ബഗാസോസിസ് ദ കോസറ്റീവ് ഏജന്റ് ഈസ് തെർമോ ആക്ടിനോമൈസിസ് സക്കാരി. മറന്നു പോവരുത്, 2 പോയിന്റ് ആണ്. ഷുഗർ കെയിൻ ഡസ്റ്റ് ബഗാസോസിസ് ഉണ്ടാവും. കോസറ്റീവ് ഏജന്റ് ഓഫ് ബഗാസോസിസ് തെർമോ ആക്ടിനോമൈസിസ് സക്കാരി. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടന്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഗ്രേ ഡസ്റ്റ് അല്ലെങ്കിൽ ഹേ ഡസ്റ്റ്. എന്താണ്? ഹേ ഡസ്റ്റ് ഓർ ഗ്രേ ഡസ്റ്റ് മേ കോസ് ഫാർമേഴ്സ് ലങ്. ഫാർമേഴ്സ് ലങ് ആൻഡ് ദ കോസറ്റീവ് ഏജന്റ് ഓഫ് ഫാർമേഴ്സ് ലങ് ഈസ് മൈക്രോപോളിസ്പോറ ഫൈനി. ഫാർമേഴ്സ് ലങ് ഫൈനി, എഫും ഉണ്ടല്ലേ? അപ്പൊ ഫാർമേഴ്സ് ലങ് ഫൈനി, അത് ഓർത്ത് വെക്കുക കേട്ടോ. കോസറ്റീവ് ഏജന്റ് ഓഫ് ഫാർമേഴ്സ് ലങ് മൈക്രോപോളിസ്പൈറ ഫൈനി. അപ്പം കോട്ടൺ ഡസ്റ്റ് ബൈസിനോസിസ്, ഷുഗർ കെയിൻ ഡസ്റ്റ് ബഗാസോസിസ്, ഇനി നിങ്ങൾ അത് മറക്കില്ല. ഹേ ഡസ്റ്റ്, ഫാർമേഴ്സ് ലങ്. ഓക്കെ, അപ്പൊ നമ്മള് ഫിസിക്കൽ ഹസാർഡ്സ് ആൻഡ് കെമിക്കൽ ഹസാർഡ്സ് നല്ല രീതിയിൽ പഠിച്ചു. എല്ലാ ക്വസ്റ്റ്യൻസും വരാൻ പറ്റുന്ന എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. നന്നായിട്ട് പഠിക്കണം നിങ്ങൾ. കാരണം ഇനി ഇത് എക്സാം ഒന്ന് വിട്ട് കളഞ്ഞ് വെറുതെ ടൈം വേസ്റ്റ് ആക്കരുത്. ബിക്കോസ് ടൈം ഒന്നും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ നീഡ് അനുസരിച്ച് പഠിച്ച് മുന്നോട്ട് പോയിക്കോണം. നിങ്ങളുടെ പരീക്ഷ നിങ്ങൾ മാത്രമേ പഠിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ഹെൽപ്പ് ചെയ്ത് തരാൻ വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാതെ ഒന്നും നമ്മുടെ തലത്തിൽ കയറ്റാനൊന്നും ആർക്കും പറ്റത്തില്ല. അത് നിങ്ങൾക്ക് നീഡ് ആണെന്നനുസരിച്ച് നിങ്ങൾ എപ്പോ പഠിച്ചു തുടങ്ങുന്നു അപ്പൊ ഇതെല്ലാം തലയിൽ കയറും. ഓക്കെ, ആദ്യം ഒരു ജോബൊക്കെ മേടിക്കാം, എന്നിട്ട് നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആകാം. ഓക്കെ, അപ്പൊ ഒക്യുപേഷണൽ ക്യാൻസേഴ്സ് പല ടൈപ്പ് ഓഫ് ക്യാൻസർ ഉണ്ട്. ഒന്ന് സ്കിൻ ക്യാൻസർ, ലങ് ക്യാൻസേഴ്സ്, ബ്ലാഡർ ക്യാൻസേഴ്സ്, ലുക്കീമിയ. ഇത് കൂടാതെ ഡിഫറെന്റ് പല രീതിയിലുള്ള കെമിക്കൽസുമായിട്ട് എക്സ്പോസ് ചെയ്യുമ്പോൾ പല ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സിന് നമുക്ക് റിസ്ക് ഉണ്ട്. അപ്പൊ സ്കിൻ ക്യാൻസർ മോസ്റ്റ് കോമൺലി ഉണ്ടാകുന്ന ഗ്യാസ് വർക്കേഴ്സ്, അതുപോലെ കോക്ക് ഓവൻ വർക്കേഴ്സ്, ടാർ ഡിസ്റ്റിലേഴ്സ്, ഇവർക്കൊക്കെയാണ്. ഈ ലങ് ക്യാൻസേഴ്സ് നമ്മൾ പറഞ്ഞാണ് ആസ്ബറ്റോസ് ഇൻഡസ്ട്രി, നിക്കൽ, ക്രോമിയം വർക്ക്, ഇങ്ങനെയുള്ള കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോൾ ലങ് ക്യാൻസേഴ്സ് ഒക്കെ ഉണ്ടാകാം. ബ്ലാഡർ ക്യാൻസർ, ഇതിനകത്തും നിങ്ങളൊരു പോയിന്റ് ഉണ്ട്, നിങ്ങൾ മറന്നു പോവല്ല. CA ബ്ലാഡർ ആദ്യമായിട്ട് ഒരു ഒക്യുപേഷണൽ ക്യാൻസർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്തത് അനിലിൻ ഇൻഡസ്ട്രിയിലാണ് കേട്ടോ. അനിലിനും അക്രിഡിനും 2 ഡൈ ആണ്. അത് നിങ്ങൾ മൈക്രോബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അനിലിൻ അക്രിഡിൻ ഡൈ. അപ്പൊ അനിലിൻ ഇൻഡസ്ട്രിയിലൊക്കെയാണ് അനിലിൻ ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് 1895 ഫസ്റ്റ് CA ബ്ലാഡർ ഒരാളില് നോട്ടീസ് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അനിലിൻ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ പറ്റുന്ന റിസ്ക് ഉള്ള ക്യാൻസർ ഗ്രൂപ്പ് ഏതാന്ന് ചോദിച്ചാൽ ബ്ലാഡർ കാർസിനോമയാണ്. മറന്നു പോവല്ലേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ആ റെഡ് കളറിൽ കൊടുത്തേക്കുന്നത്. അതുപോലെ ലുക്കീമിയ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ബെൻസോൾ ഒക്കെ യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ്, എക്സ്റേസ്, റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസസ് ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ലുക്കീമിയ ബ്ലഡ് ക്യാൻസർ ഉണ്ടാവാം. ഓക്കെ, ഓക്യുപേഷണൽ ക്യാൻസേഴ്സ് പല വെറൈറ്റീസ് ഉണ്ടെന്ന് മറന്നു പോവല്ലോ കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പൊ നമ്മൾ ഇത്രയും നേരം എന്താണ് പഠിച്ചത്? എന്താണ് ഒക്യുപേഷണൽ ഹെൽത്ത് എന്ന് പഠിച്ചു. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ILO ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ്. എർഗണോമിക്സ് എന്താന്ന് നമ്മൾ പഠിച്ചു. ഒക്യുപേഷണൽ ഹസാർഡ്സ് 5 രീതിയിലുണ്ടെന്ന് നിങ്ങൾ പഠിച്ചു. പിന്നെ ഓരോ ഹസാർഡ്സിനെ കുറിച്ചിട്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ് അല്ലെ? ഓരോ ടോപ്പിക്കും ഇങ്ങനെയൊക്കെ ഒന്ന് എടുത്ത് നിങ്ങൾ പഠിച്ചു നോക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഓരോ സബ്ജക്ട് സിമ്പിൾ ആണ്. 15 സബ്ജക്ട്സും വളരെ സിമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾ അതിനൊരു എന്താണ്
പ്രപ്പോർഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. 15 സബ്ജക്റ്റിന് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതിങ്ങനെ വാരി വലിച്ചെല്ലാം കൂടെ ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്ന ഏരിയാസ് ഏതൊക്കെയാണോ അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക. വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഒരു ഡൗട്ടും വേണ്ട. നമ്മളൊക്കെ ഇങ്ങനെ തന്നെ പഠിച്ചു വന്നവരാണ് കേട്ടോ. അല്ലാതെ വലിയ സ്പെഷ്യൽ പവർ ഒന്നും ഉപയോഗിച്ചൊന്നും പഠിച്ചൊന്നും അല്ല. സാധാരണ രീതിയിൽ തന്നെ പഠിച്ചതാണ്. നിങ്ങൾക്കും വളരെ സിമ്പിൾ ആയിട്ട് ഈ എക്സാമുകളൊക്കെ ടാക്കിൾ ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ ആദ്യത്തെ റാങ്കുകളിലൊക്കെ ഇങ്ങനെ എത്തട്ടെ. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണാൻ സന്തോഷം. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഹസാർഡ്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഹസാർഡ്സ് ആയിരുന്നു ഫിസിക്കലും കെമിക്കലും. അത് നമ്മൾ പഠിച്ചു കേട്ടോ. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 2 ആക്ടുകളെ കുറിച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. എന്നാൽ ഇൻഡെപ്ത് ആയിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുമില്ല. ഒന്ന് ഫാക്ടറി ആക്ടും സെക്കൻഡ് ESI ആക്ടും. ഈ 2 ആക്ടുകളും പാസ് ഔട്ട് ചെയ്തേക്കുന്നത് സെയിം ഇയറിലാണ്, 1948. ഓക്കെ, ഫാക്ടറി ആക്ട് 1948, ESI ആക്ട് 1948. അപ്പൊ അത് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമല്ലേ. അപ്പൊ നമ്മൾ ഒക്യുപേഷണൽ ഡിസീസ് പഠിക്കുമ്പോൾ അതിനകത്ത് 2 ആക്ടുകളുണ്ട്. 2 ആക്ടുകളും ഇനാക്ട് ചെയ്തത് ഒരേ വർഷമാണ്, 1948. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പിറ്റേ വർഷം അല്ലെ. എന്ത് പെട്ടെന്നായിരുന്നു ഓർത്തെ. ഓക്കെ, അപ്പം 1948 ഫാക്ടറി ആക്ടിനകത്ത് അവർ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. എന്തൊക്കെയാണ്? ഇത് യൂഷ്വലി ഒരു ഫാക്ടറി എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. 10 or more workers when power is used. നമ്മൾ പവർ യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രി ആണെങ്കിൽ 10 or more workers. പവർ യൂസ് ചെയ്യുന്നില്ല എങ്കിൽ 20 or more വർക്കേഴ്സിനെ യൂസ് ചെയ്യാം. അതുപോലെ ഓരോ വർക്കേഴ്സിനും 500 ക്യൂബിക് ഫീറ്റ് സ്പേസ് വേണം. ഒരു വെൽഫെയർ ഓഫീസർ ഉണ്ടായിരിക്കണം. ഒരു വെൽഫെയർ ഓഫീസർ ഫോർ 500 or more വർക്കേഴ്സ്. ഇനി ഒരു സേഫ്റ്റി ഓഫീസർ ഉണ്ടായിരിക്കണം ഫോർ 1000 വർക്കേഴ്സ്. ക്രച്ച്, നമ്മൾ ഒരു മോർ ദാൻ 30 വുമൺ ഉണ്ടെങ്കിൽ ഒരു ക്രച്ച് യൂസ് ചെയ്യണം. അതുപോലെ വർക്കിംഗ് അവേഴ്സ് പറയുന്നത് ഒരു വീക്കിൽ 48 അവേഴ്സ് വർക്കിംഗ് അവേഴ്സ് മാക്സിമം. ഒരു ദിവസം 9 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ റെസ്റ്റിംഗ് അവേഴ്സ് ഉണ്ടായിരിക്കണം. പിന്നെ ലീവ് വിത്ത് വേജസ്. അഡൽട്ടിനാണെങ്കിൽ 1 day ലീവ് ഫോർ 20 days ഓഫ് വർക്ക്. 20 ദിവസം വർക്ക് ചെയ്യുമ്പോൾ 1 ദിവസം ലീവ്. കുട്ടികൾക്കാണെങ്കിൽ 15 ദിവസം വർക്ക് ചെയ്യുമ്പോൾ 1 ദിവസം ലീവ്. ഓക്കെ, ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഫാക്ടറി ആക്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതില് എംപ്ലോയ്മെന്റ് ഓഫ് യങ് ചിൽഡ്രൻ, കുട്ടികളെ കൊണ്ട് ജോലി എടുപ്പിക്കാൻ പറ്റുമോ? ഓക്കെ, അതിനെ കുറിച്ചിട്ട് ഒരു കാര്യം നമ്മുടെ ഫാക്ടറി ആക്ട് പറയുന്നുണ്ട്. ഇവർ പറയുന്നത് വെച്ചാൽ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ എംപ്ലോയ്മെന്റ് പ്രൊഹിബിറ്റഡ് ആണ്, കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ പാടില്ല. എന്നാലും 15 വയസ്സ് 18 വയസ്സ് ഒരു അഡോളസന്റ് കാറ്റഗറിയിൽ ഇടുമ്പോഴത്തേന് കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ കുഴപ്പമില്ല എന്നാണ് ഫാക്ടറി ആക്ട് പറയുന്നത്. അത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നൈറ്റ് ഡ്യൂട്ടീസ് ഒന്നും പാടില്ല. 6 മണി തൊട്ട് മോർണിംഗ് തൊട്ട് 7 മണി ഈവനിങ് വരെ ജോലി ചെയ്യിപ്പിക്കാം എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിൽ ആക്ടിന് അണ്ടറിലാണ് പറയുന്നത്. 14 ഇയേഴ്സ് താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ പ്രൊഹിബിറ്റഡ് ആണ്. അതാണ് നമ്മുടെ ഫാക്ടറി ആക്ട് 1948. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ട് കൂടി ഉണ്ട്, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്, ESI ആക്ട് 1948. ഇതിനകത്തുനിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്നതാണ്. എന്താന്ന് ചോദിച്ചാൽ, ഇത് ക്വസ്റ്റ്യൻ സിസ്റ്റം പോലെ വരാം. ഇതിൽ വന്നിരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താന്ന് ചോദിച്ചാൽ, ESI ആക്ടിന്റെ ഫണ്ട് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്? ആരിൽ നിന്നൊക്കെ നമുക്ക് ESIയുടെ ഫണ്ട് രൂപീകരിക്കുന്നത്? അല്ലെങ്കിൽ ESIയുടെ മെമ്പേഴ്സ് ആരൊക്കെയാ വരിക? എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് ആണ് അല്ലെ, ESI ആക്ട്. ഇതിൽ ഫണ്ട് നമുക്ക് എവിടെ നിന്നൊക്കെ വരാം? നോക്കാം നമുക്ക്. ഈ ആക്ട് പാസ് ചെയ്തത് 1948 ആക്ട് അമെൻഡഡ് ചെയ്തിട്ടുണ്ട് 1978, 1984, 1989. ഇതിൽ പല തരത്തിലുള്ള ബെനിഫിറ്റുകളാണ് പറയുന്നത് കേട്ടോ. എംപ്ലോയിക്ക് കൊടുക്കാൻ പറ്റുന്ന ബെനിഫിറ്റുകൾ. ഒന്ന് മെഡിക്കൽ ബെനിഫിറ്റ് കൊടുക്കണം എന്ന് വെച്ചാൽ ഫുൾ മെഡിക്കൽ കെയർ. ഒരു ESI ആക്ടിന് അണ്ടറിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഫുൾ മെഡിക്കൽ കെയർ കൊടുക്കണം ആവശ്യമുള്ള സാഹചര്യങ്ങളിൽ, ഇൻക്ലൂഡിംഗ് ഹോസ്പിറ്റലൈസേഷൻ അറ്റ് ഫ്രീ ഓഫ് കോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. സിഗ്നസ് ബെനിഫിറ്റ്, അത് നിങ്ങൾ ഒരിക്കലും മറക്കല്ലത്. സിഗ്നസ് ഡേയ്സ് ചോദിക്കാറുള്ളതാണ് എക്സാമിന്. സിഗ്നസ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പേയബിൾ ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് 91 days in any continuous period of 365 days. The daily rate of being 50% of the average daily wages. The extended sickness benefit is given for 730 days. ആ 2 days മറന്നു പോകല്. 365 days and 730 days. 91 days maximum period പേയബിൾ ആയിട്ടുള്ള മാക്സിമം സിഗ്നസ് ബെനിഫിറ്റ് കിട്ടുന്ന 91 days. ഇനി മറ്റേണിറ്റി ബെനിഫിറ്റ് ഉണ്ട്. ഇതിനനുസരിച്ചിട്ട് ഡെലിവറി 6 month ലീവ് കൊടുക്കും. അതുപോലെ മിസ്കാരേജ് ആണെങ്കിൽ 6 week ലീവ് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോവല്ല. ഡെലിവറി കഴിഞ്ഞ് 6 month ലീവ്, മിസ്കാരേജ് ഡെലിവറി കഴിഞ്ഞല്ല, ഫോർ ഡെലിവറി 6 month ലീവ് ആൻഡ് ഫോർ മിസ്കാരേജ് 6 week ലീവ്. ഡിപെൻഡന്റ് ബെനിഫിറ്റ് ഉണ്ട്. പെൻഷൻ അറ്റ് ദ റേറ്റ് ഓഫ് 70% ഓഫ് ദി വേജസ് പേയബിൾ ആണ്.
അതുപോലെ അഡ്മിനിസ്ട്രേഷൻ മറന്നു പോവല്ലോ. അഡ്മിനിസ്ട്രേഷൻ ESIC എന്ന് പറഞ്ഞാൽ ESIC അല്ല, ESI സ്കീം അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ് ESI കോർപ്പറേഷൻ. ഈ ESI കോർപ്പറേഷന്റെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലേബർ മിനിസ്റ്റർ ആണ്. ഓക്കെ, വൈസ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സെക്രട്ടറി ഓഫ് ലേബർ ഡിപ്പാർട്ട്മെന്റ് ആണ് വൈസ് ചെയർമാൻ എന്ന് പറയുന്നത്. ഇതിൽ ഏതൊക്കെ മെമ്പേഴ്സ് വരുമെന്ന് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദി എംപ്ലോയീസ്, എംപ്ലോയേഴ്സ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. ഓക്കെ, എംപ്ലോയീസ് പ്ലസ് എംപ്ലോയേഴ്സ് രണ്ടുപേരുടെയും എന്താണ് മെമ്പേഴ്സ് വരും, അതായത് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, ഇതിൽ സ്കീമിനെ സ്പോൺസർ ചെയ്യുന്നത് ആ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്ന എക്സാം ക്വസ്റ്റ്യൻ ആണ്. സ്പോൺസർഷിപ്പ് വരുന്ന എവിടെ നിന്നൊക്കെയാണ്? എംപ്ലോയീസിന്റെ കയ്യിൽ നിന്ന് വരും, എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് വരും, അതുപോലെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഗ്രാന്റുകൾ വഴിയിട്ട് നമുക്ക് ഇതിനകത്ത് സ്കീം സ്പോൺസർ സ്കീമിനുള്ള ക്യാഷ് ഒക്കെ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. ഓക്കെ, എംപ്ലോയീസ്, എംപ്ലോയർ ആൻഡ് കോൺട്രിബ്യൂഷൻ ബൈ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. പിന്നെ person who has salary below 21,000 is entitled for ASIC benefit. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഇപ്പൊ ഫാക്ടറി ആക്ട് ഉണ്ട് 1948, അതുപോലെ നമ്മുടെ ESI ആക്ട് ഉണ്ട് 1948. ഓക്കെ, പിന്നെ നമുക്ക് ഒരെണ്ണമുള്ളതാണ് രാജീവ് ഗാന്ധി ശ്രാമിക് കല്യാൺ യോജന. നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടോ? ഇത് നമ്മൾ 1st April, ഓക്കെ, ഏപ്രിൽ ഫൂളിന് വന്നതാണ് കേട്ടോ. ഏപ്രിൽ ഫൂൾ 2005 വന്നതാണ് രാജീവ് ഗാന്ധി ശ്രാമിക് കല്യാൺ യോജന. അത് എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാല് ESI സ്കീമിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു എന്താണ് അതിന് അണ്ടറിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അവരുടെ കാരണങ്ങൾ കൊണ്ടല്ലാതെ ഈ ഫാക്ടറി ക്ലോസ് ചെയ്തു പോവുകയാണെങ്കിൽ ആ എംപ്ലോയീസിന് എന്ത് കൊടുക്കണം? അൺഎംപ്ലോയ്മെന്റ് അലവൻസസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് രാജീവ് ഗാന്ധി ശ്രാമിക് കല്യാൺ യോജന 1st April 2005. എന്തിനാണ്? ടു പ്രൊവൈഡ് അൺഎംപ്ലോയ്മെന്റ് അലവൻസ് ഫോർ ദ എംപ്ലോയീസ് കവേർഡ് അണ്ടർ ESIC സ്കീം who become unemployed due to closure of a factory. ഓക്കെ, മറന്നു പോവല്ലേ. അപ്പോ നമ്മൾ ഈ ഒരു ടോപ്പിക്കിനകത്ത് തന്നെ നമ്മൾ 2 ലോസ് പഠിച്ചല്ലേ, 2 ലോ പഠിച്ചു. ഫാക്ടറി ആക്ടും 1948, സോറി 2 ആക്ടുകൾ പഠിച്ചല്ലേ. ഫാക്ടറി ആക്ട് 1948ഉം ESI ആക്ട് 1948, പിന്നെ നമ്മുടെ രാജീവ് ഗാന്ധി ശ്രാമിക് കല്യാൺ യോജന മറക്കരുത് 1st April 2005. അപ്പൊ നമ്മൾ ഇത്രയും നേരം എന്താ പഠിച്ചത്? നമ്മൾ ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് കുറച്ചധികം ഉണ്ടോ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ഇത്രയും ഒരു ടോപ്പിക് ഇത്രയും അവർ ഇത്രയും എക്സ്റ്റെൻഡ് ആയിട്ട് എടുക്കുന്നോണ്ട്? അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാം കേട്ടോ, എനിക്കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തു തരാം. അപ്പൊ നമ്മൾ ഹസാർഡ്സ് പഠിച്ചു, അതുപോലെ തന്നെ ആക്ട് പഠിച്ചു. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് എക്സാം പോയിന്റ് ആണ്. നിങ്ങൾക്ക് ഇത് അറിയാവുന്നതാണ്, റേഡിയേഷന്റെ യൂണിറ്റുകളും കാര്യങ്ങളും ഒക്കെ. എങ്കിലും ഒന്ന് ഞാനൊന്ന് റിവ്യൂ ചെയ്ത് തരാം. ഒന്ന് റെം എന്ന് പറഞ്ഞാൽ എന്താണ്? റം അല്ല കേട്ടോ, ഇത് റെം ആണ്, REM, റോൺജൻ ഇക്വലന്റ് ഇൻ മാൻ. റോൺജൻ ഇക്വലന്റ് ഇൻ മാൻ ഇതെന്താണ്? ഇതൊരു റേഡിയേഷന്റെ ഡോസ് ആണ്. ഡോസ് പറയുന്ന യൂണിറ്റ് ആണ് കേട്ടോ. ഇറ്റ്സ് എ യൂണിറ്റ് ഓഫ് റേഡിയേഷൻ ഡോസ്. റെം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ അബ്സോർബ്ഡ് എമൗണ്ട് ഓഫ് റേഡിയേഷൻ ടേക്കിംഗ് ബയോളജിക്കൽ എഫക്ട് ഇൻ അക്കൗണ്ട്. Okay, that is REM. And what is RAD? RAD എന്ന് പറഞ്ഞാൽ റോൺജൻ അബ്സോർബ്ഡ് ഡോസ്. അബ്സോർബ്ഡ് ഡോസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ amount of the actual amount of the radiation absorbed. നമ്മൾ റേഡിയേഷൻ സോഴ്സിൽ എക്സ്പോഷർ സംഭവിക്കുമ്പോൾ ആക്ച്വൽ എത്ര എമൗണ്ട് റേഡിയേഷൻ നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട് അതിന്റെ യൂണിറ്റ് ആണ് RAD. ആ അബ്സോർബ് ചെയ്തെടുത്ത റേഡിയേഷൻ എത്ര ബയോളജിക്കൽ എഫക്ട് ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ യൂണിറ്റ് ആണ് REM. ഓക്കെ, സോ REM എന്ന് പറഞ്ഞാൽ റെമ്മും റാഡും തമ്മിൽ നമുക്കൊരു റിലേഷൻ ഉണ്ട്. REM is equal to RAD into quality factor. ഈ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞത് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏത് ടൈപ്പ് റേഡിയേഷൻ ആണെന്നുള്ളത് അനുസരിച്ചിട്ടാണ്. ഹെവി പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ആൽഫയുടെ ഒക്കെ ക്വാളിറ്റി ഫാക്ടർ 20 ആണ്, മറന്നു പോവല്ലോ. ന്യൂട്രോൺസിന്റെ ക്വാളിറ്റി ഫാക്ടർ 3 to 10 ആണ്. ബീറ്റ ആൻഡ് ഗാമ റേസിന്റെ ക്വാളിറ്റി ഫാക്ടർ 1 ആണ്, മറന്നു പോവല്ലോ. ക്വാളിറ്റി ഫാക്ടർ 1 ആയിട്ടുള്ള റേഡിയേഷൻസ് ടൈപ്പ് ഏതൊക്കെയാണ്? ബീറ്റ ആൻഡ് ഗാമ. ഇനി SI യൂണിറ്റ് ഓഫ് റേഡിയേഷൻ ഡോസ്. റേഡിയേഷൻ ഡോസിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? സിവേർഡ്സ്. മറന്നു പോവല്ലേ, സിവേർഡ്സ് ഓർ ബെക്കുറൽ. സിവേർഡ്സും ബെക്കുറലും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് രണ്ടും, സിവേർഡ്സ് ആൻഡ് ബെക്കുറൽ. അടുത്ത ഇമ്പോർട്ടന്റ് പോയിന്റ് കണ്ടോ, റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കണം, മറന്നു പോവരുത്. ദ മാക്സിമം പെർമിസിബിൾ ലെവൽ ഓഫ് ഒക്യുപേഷണൽ റേഡിയേഷൻ എക്സ്പോഷർ ഈസ് 5 REM or RAD per year to the whole body. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഒരു ഇയറിൽ നമുക്ക് മാക്സിമം എത്ര റേഡിയേഷൻ ലെവൽ എക്സ്പോസ് ചെയ്യാൻ പറ്റും? എത്രയാണ്? 5 REM അല്ലെങ്കിൽ 5 RAD per year ആണ് നമുക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ, മറന്നു പോവരുത്. നമ്മൾ ഇതിനകത്ത് കുറച്ച് ഇങ്ങനത്തെ ടിപ്പിക്കൽ വേർഡ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. നോയ്സിന്റെ ലെവൽ 85 decibels ആണ്. അതുപോലെ തന്നെ പെർമിസിബിൾ ലെവൽ ഓഫ് ഒക്യുപേഷണൽ റേഡിയേഷൻ എക്സ്പോഷർ 5 REM or RAD ആണ്. അതുപോലെ തന്നെ നമ്മുടെ ന്യൂമോകോണിയോസിന്റെ ഡസ്റ്റ് പാർട്ടിക്കിൾസിന്റെ സൈസ് എത്രയാ? 0.5 to 3 microns.
ഓക്കെ, അതിനുശേഷം നമ്മൾ 2 ഇമ്പോർട്ടന്റ് പോയിന്റിലേക്ക് പോകുന്നു. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. കാർപ്പൽ ടണൽ സിൻഡ്രോം ആൻഡ് റേഡിയൽ ടണൽ സിൻഡ്രോം. കാർപ്പൽ ടണൽ സിൻഡ്രോം നിങ്ങൾ പഠിക്കുന്ന ഒരു എക്സാം, കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിക്കുന്ന കാലം തൊട്ട് തന്നെ പഠിക്കുന്നതാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം, അല്ലെ? പണ്ട് തൊട്ടേ നമ്മൾ പഠിക്കുന്നതാണ്. എന്താണ് കാർപ്പൽ ടണൽ സിൻഡ്രോം? കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡ്യൂ ടു ദ കംപ്രഷൻ ഓഫ് ദ മീഡിയൻ നെർവ്. അൾനാർ നെർവ് അല്ല, മീഡിയൻ നെർവിന് കംപ്രഷൻ ഉണ്ടാവുന്നതാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. മോസ്റ്റ് കോമൺലി നമ്മൾ ഏതൊക്കെ വർക്കേഴ്സിന് കാണാൻ പറ്റും? കമ്പ്യൂട്ടിംഗ് വർക്ക് യൂസ് ചെയ്യുന്നവര്, എന്ന് വെച്ചാൽ ഹാൻഡിന് എക്സസീവ് ആയിട്ട് വൈബ്രേറ്റിംഗ് ഫോഴ്സ് കൊടുക്കുന്ന കണ്ടീഷൻസ്, കാർപെൻട്രി, ടൈപ്പിംഗ്, കമ്പ്യൂട്ടിംഗ് ജോബ്, അതുപോലെ ദോസ് ഹൂ handle vibrating tools or machineries are at a higher risk for developing compression to the median nerve, which may cause carpal tunnel syndrome. കേട്ടോ. അടുത്ത റേഡിയൽ ടണൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയൽ ടണൽ സിൻഡ്രോമിന് കാരണം ഇറ്റ് ഇസ് ഡ്യൂ ടു ദ കംപ്രഷൻ ഓഫ് ദ പോസ്റ്റീരിയർ ഇൻട്രോഷ്യസ് നെർവ്, PIN. Posterior introitious nerve is a branch of radial nerve. റേഡിയൽ നെർവിന്റെ ബ്രാഞ്ച് ആണ് പോസ്റ്റീരിയർ ഇൻട്രോഷ്യസ് നെർവ്. പോസ്റ്റീരിയർ ഇൻട്രോഷ്യസ് നെർവിന് ഉണ്ടാകുന്ന കംപ്രഷൻ കൊണ്ടിട്ടാണ് ഉണ്ടാകുന്ന ന്യൂറോപ്പതിയാണ് റേഡിയൽ ടണൽ സിൻഡ്രോം. ഓക്കെ, അപ്പോ കാർപ്പൽ ടണൽ സിൻഡ്രോം മീഡിയൻ നെർവ്, റേഡിയൽ ടണൽ സിൻഡ്രോം റേഡിയൽ നെർവ് ആണ്. സ്പെഷ്യലി കുറച്ചുകൂടി കോംപ്രഹെൻസീവ് ആയിട്ട് ഓർത്ത് വെക്കണം, കോറിലേക്ക് പഠിച്ചു വെക്കുക. പോസ്റ്റീരിയർ ഇൻട്രോഷ്യസ് നെർവ് വിച്ച് ഇസ് എ ബ്രാഞ്ച് ഓഫ് ദ റേഡിയൽ നെർവ്. ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് എന്താ പഠിച്ചത്? നമ്മൾ ഒക്യുപേഷണൽ ഹെൽത്ത് എന്നുള്ള കണ്ടീഷൻ അല്ല കേട്ടോ, ഒക്യുപേഷണൽ ഹെൽത്ത് എന്നുള്ള ടോപ്പിക് പഠിച്ചു. അതിനകത്ത് നമ്മൾ എന്താണ് ഒക്യുപേഷണൽ ഹെൽത്ത് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ പ്രൊമോഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദി ഹയസ്റ്റ് ഡിഗ്രി ഓഫ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ഓഫ് വർക്കേഴ്സ് ഇൻ ഓൾ ഒക്യുപേഷൻ. ഹെഡ്ക്വാർട്ടേഴ്സ് ILO പഠിച്ചു, ജനീവ, സ്വിറ്റ്സർലാൻഡ്. എർഗണോമിക്സ് എന്താന്ന് പഠിച്ചു, എന്താണ് ഡിസൈനിങ് ദ ജോബ് ടു ദ വർക്കർ ആണ്. ഹസാർഡ്സിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഓരോ ഹസാർഡ്സ് നമ്മൾ പഠിച്ചു. പിന്നെ എന്താണ് ഇൻഓർഗാനിക് ഡസ്റ്റുകൾ, ഓർഗാനിക് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഒക്യുപേഷണൽ ക്യാൻസേഴ്സ്, ഫാക്ടറി ആക്ട് 1948, ESI ആക്ട് 1948, then Rajiv Gandhi Shramik Kalyan Yojana 1st April 2005, and important exam points കാർപ്പൽ ടണൽ സിൻഡ്രോം, റേഡിയൽ ടണൽ സിൻഡ്രോം, ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണെന്ന് വെച്ചാൽ ഒക്യുപേഷണൽ ഹെൽത്ത് ആൻഡ് ഡിസീസിൽ നിന്ന് ഇതുവരെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടോ ആ ക്വസ്റ്റ്യൻസും കൂടെ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഇതിനകത്തുനിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻ വരാമോ അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നല്ല പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിന്റെ എന്താണ്, എങ്ങനെയുണ്ട് ഈ ക്ലാസ്, എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുന്നുണ്ടോ? നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലാസ് എടുത്തിട്ട് കാര്യമുള്ളൂ, അല്ലെ? നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ, എന്തെങ്കിലും ഇംപ്രവൈസേഷൻ ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മെസ്സേജ് അയച്ചെന്നെ അറിയിക്കാം കേട്ടോ. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അറിയിക്കാം. പിന്നെ പഠിക്കാനുള്ള ചില ട്രിക്കുകൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഒരു കാര്യമുണ്ട്, പഠിക്കുന്നതിൽ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള രീതി അഡാപ്റ്റ് ചെയ്യണം. മനസ്സിലായി? ഇപ്പം ഞാൻ പഠിക്കുന്ന രീതിയല്ല നിങ്ങൾ പഠിക്കുന്നത്. ഞാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒച്ചത്തിൽ അലച്ചു വിളിച്ച് നടന്ന് പഠിക്കുന്ന ആളാണ്. എന്റെ ഒരു ഇതനുസരിച്ചിട്ട് ഞാൻ എത്രമാത്രം സൗണ്ടിൽ പഠിക്കുന്നു അത്രമാത്രം പെട്ടെന്ന് ഞാൻ ഓർത്തിരിക്കും. ഇങ്ങനെ സംസാരിച്ച് പഠിക്കുന്ന ആൾക്കാരില്ലേ, പിള്ളേരെ പഠിപ്പിച്ച് അങ്ങനെ സംസാരിച്ച് പഠിക്കുന്ന ഒരാളാണ് ഞാൻ. ഓക്കെ, അല്ലാതെ എനിക്ക് മ്യൂട്ടായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒരു സാധനം പോലും ഇപ്പൊ കാർപ്പൽ ടണൽ സിൻഡ്രോം ഒന്ന് വായിക്കാൻ പോലും പറ്റില്ല മ്യൂട്ടായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ. നിങ്ങൾ ചിലപ്പോ നല്ല മ്യൂട്ടായിട്ട് സമാധാനമായിട്ട് ഇരുന്ന് പഠിക്കുന്ന, ഇങ്ങനെ കണ്ടിങ്ങനെ പഠിക്കുന്ന, എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ പഠിക്കാൻ. ഓക്കെ, അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ എന്റെ രീതികൾ ഡിഫറെന്റ് ആണ്. ഞാൻ പഠിക്കുന്ന രീതി, എനിക്ക് പറ്റുന്ന രീതി ഞാൻ ഉണ്ടാക്കിയെടുത്ത രീതികളാണ് പഠിക്കുന്നതിന് വേണ്ടി. അതുപോലെ നിങ്ങൾക്കല്ല നല്ല രീതിയിൽ അറിയുള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ മെത്തേഡ് ഒക്കെ പറഞ്ഞു തരുമ്പം അത് നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക. അത് നിങ്ങളെ ബൂസ്റ്റ് ചെയ്യത്തേ ഉള്ളൂ കേട്ടോ, നിങ്ങളുടെ നോളജ് ഇംപ്രൂവ് ചെയ്യത്തേ ഉള്ളൂ. നിങ്ങളെ കൊണ്ട് അത് പറ്റത്തില്ലാത്ത രീതിയാണെങ്കിൽ നിങ്ങൾ അത് അഡാപ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തായാലും നമുക്ക് എന്തായാലും ഒരു കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മളല്ലേ. അപ്പം നിങ്ങളുടെ രീതിയിലുള്ള പഠിത്തം നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിക്കണം, തോറ്റു പോവരുത് ഒരിക്കലും കേട്ടോ. തോറ്റു പോവാൻ നമ്മളെ അനുവദിക്കരുത്. നമ്മുടെ ബോഡിയോടും നമ്മുടെ മനസ്സിനോടും നമ്മുടെ എല്ലാ കാര്യങ്ങളോടും നമ്മൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിനെ തോപ്പിക്കാതെ മുന്നോട്ട് പോവാ. തല ഉയർത്തിപ്പിടിച്ച് നല്ല രീതിയിൽ പഠിച്ച് വിജയം കൈവരിക്കട്ടെ എല്ലാവരും കേട്ടോ. എന്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെറിയൊരു ഹെൽപ്പാ ചെയ്യുന്നത് എനിക്കറിയാം. നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണോ അല്ലയോ എന്നൊക്കെ എനിക്ക് ചാറ്റ് ചെയ്ത് മെസ്സേജ് അയച്ചു തരിക. ഓക്കെ, അപ്പോ നിർത്തട്ടെ? ഒത്തിരി കൂടിപ്പോയോ അത് കുറഞ്ഞു പോയോ? എന്തായാലും പറയാട്ടോ. കുറഞ്ഞു കൂടിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും ഇത് പഠിക്കേണ്ട കാര്യമാണ്. പഠിച്ചാലേ പറ്റുള്ളൂ. പരീക്ഷയ്ക്ക് മാർക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വേണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കണം. നമ്മൾ ഇതിനകത്തൊരു കോംപ്രമൈസും കാണിക്കേണ്ട കാര്യമില്ല.
ഷാർപ്പായിട്ട് പഠിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ഇഷ്ടം പോലെ സെലക്ട് ചെയ്ത് വെച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കണം. നമുക്ക് സ്വന്തമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. നമുക്ക് ആ ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരുമെന്ന് ക്ലിയർ കട്ടായിട്ട് അറിയാമെങ്കിൽ ആ ഒരു ഏരിയ പോയിന്റ് ഔട്ട് ചെയ്ത് പഠിക്കുക, നോട്ട് എഴുതി പഠിക്കുക, വേഗമായിട്ട് പഠിച്ച് വിടാതിരിക്കുക. അവസാനം നമ്മൾ ഇതൊക്കെ മറന്നു പോകും. നമ്മൾ എന്തായാലും റിവിഷൻ എന്നൊരു കാര്യം ഇമ്പോർട്ടന്റ് ആണ് ഓരോ പരീക്ഷയ്ക്കും. പരീക്ഷയായിട്ട് കാണുക, സ്ട്രെസ് ഒന്നും എടുക്കണ്ട, കൂൾ മൈൻഡഡ് ആയിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ. ഹാപ്പി ഡേ. നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ കേട്ടോ. നന്നായിട്ട് പഠിക്കും. ഓക്കെ.